വിശാഖേ ഓടണം. ഇതെന്നാ കോപ്പം? കൊള്ളുവാണെ കൊള്ളട്ടെ. ഇങ്ങനെ ഞാൻ സ്റ്റെപ്പ് അങ്ങോട്ട് മുങ്ങോട്ട് ഇവിടെ ഞാൻ ചവിട്ട് താഴെടാൻ പോവാ. പോയി. അയ്യോ എന്റെ കുടം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാരായണ സന്തോഷമില്ലാതെ ഇങ്ങനെ കലിപ്പായിട്ടിരിക്കുന്നേ. ഞാൻ കലിപ്പാ. വിശാഖ വള്ളി നിന്ന് എനിക്ക് മനസ്സും എടുത്തു. എന്നാണ് വിശാഖ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഓറ്റിയെ പൂട്ടുന്നതാ കുറച്ചുകൂടെ നല്ലത് ഈ ഒരു അവസ്ഥയിൽ. വിശാഖിനെ വിളിച്ചാൽ കൃത്യമായ മറുപടി തരത്തില്ല, ഫോൺ എടുക്കത്തില്ല. പൂട്ടുന്നതാ നല്ലത്. ഇനിയിപ്പോ വിശാഖിനെ നമ്മൾ ഗസ്റ്റ് ആക്കിയെന്ന് തന്നെ വിചാരിക്കും. ഗസ്റ്റ് ആയിട്ട് എപ്പിസോഡ് എടുക്കണേ ഇവൻ വരട്ടെ. ഞാൻ പറയണേ ഒരു ഗെയിം വെക്കാം. ആ ഗെയിമിൽ തോക്കുന്ന ആളെ ടാസ്ക് ചെയ്യണം. എന്നെ തോറ്റാൽ ജയിച്ചാലും വിശാഖിന് തന്നെ കൊടുക്കും. അല്ല നീ എങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുന്നേ? എന്നാ ടാസ്ക്? അവിടെ എന്നിട്ട് അവിടെ പോയിട്ട് ഒരു 10 റൗണ്ട് വിശാഖിനെ ഓടിപ്പിക്കും. ഈ നട്ടുച്ചയ്ക്ക് കൃത്യസമയം 2:30. നല്ല വെയിലാ. ഞങ്ങൾ ഇവിടെ നിന്ന് സൂപ്പ് ചെയ്തോളാം. 2 ഓപ്ഷൻ. ഒന്ന് ആ സ്റ്റെപ്പേ കൂടെ ഓടാം, 2ാമത്തെ ഓപ്ഷൻ ഈ കാട്ടിൽ കൂടെ ഓടാം. അത് ചിലപ്പോൾ പാമ്പൊക്കെ കുത്തും. അതാ വിഷയം. 2 റൗണ്ട് കംപ്ലീറ്റ്ലി ഓടണം. 2 റൗണ്ട് കംപ്ലീറ്റ് വേണം. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു, അവിടെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു, പിന്നെ ഇങ്ങനെ വരുന്നു. ഇവിടെ വരുമ്പോ പരിപാടി കഴിയും. വിശാഖേ ഓടണം. എടാ നിർത്തിച്ചാലോ, വെയിലൊക്കെ അല്ലേ. എടാ വിശാഖേ മതി വാ. ഫയൽവൻ ജയിച്ചേ. നീ തരുന്ന വള്ളിക്ക് ഇതൊന്നും ചെയ്താ പോരാ. എന്നാടാ എങ്ങനെയാ ഒരു പാവത്തിനെ ഇട്ട് ഇതാക്കുന്നത്? കംപ്ലീറ്റഡ്. എന്റെ ടാസ്ക് കഴിഞ്ഞു. ഇതല്ല ടാസ്ക്, ഇത് ഞാൻ നിന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടാസ്ക്. അയ്യാ ഇനിയാണ് ശരിക്കുള്ള ടാസ്ക്. നമ്മളൊന്നും അറേഞ്ച് ചെയ്യത്തില്ല. അയ്യോ എനിക്കറിയത്തില്ല അത്. മറ്റേ സുനാപ്പിങ് ഇതാ. അവനിതേ അറിയത്തുള്ളൂ, കൈ കൊണ്ടടി. റെഡിയല്ലേ രണ്ടുപേരും? എടാ ഇങ്ങനെ പിടിയടാ, കുറച്ച് പൊക്കി വിടാവോ? ഇത് പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇല്ലടാ പൊട്ടത്തില്ല. അവിടം വരെ പോലും എത്തി. ഇത് കാറ്റൊക്കെ അടിച്ച് ചെരിഞ്ഞൊക്കെ പോവാ. ഓ എന്റെ വിശാഖ എന്നെ ഉന്നാണ് ഇവന്. ഇതിനൊക്കെ മുട്ടുസൂചി വെച്ചിരുന്നു ഞാൻ ഇപ്പൊ ജയിച്ചേനെ. അതെ. ഓ ജസ്റ്റ് മിസ്. കണ്ടോ എന്നാലും ഉന്നം കണ്ടോ, എന്നെ കറക്റ്റാ. ഞാൻ പണ്ട് ബില്ലിയാർഡ് ചാമ്പ്യനൊക്കെ ആയിരുന്നു. അതിന്റെയാ. ഓ എന്റെ മോനെ പൊട്ടാത്തത് ഭാഗ്യം. പൊട്ടുന്നില്ലല്ലോ. ഇനി കാര്യം പറയാം. ഉമ്മാര് കൂട്ടി ഇത് കൂടത്തില്ല. അല്ല ഡിസ്റ്റൻസ് കുറച്ചുകൂടെ. എന്നായാലും അത് ഇടിച്ച് തെറിച്ചു പോവാ. ഫോഴ്സ് പറയാൻ അടുത്തോട്ട് വർത്താനാ പറഞ്ഞ. അപ്പൊ അവര് പരാജയപ്പെട്ട സ്ഥിതിക്ക് നടന്നു പോയി മുട്ടുസൂചി മേടിച്ചിട്ട് വിട്. എടാ മോനെ, ഇത് നമ്മുടെ വിജയം. റെഡിയല്ലേ? കാറ്റുണ്ടാ മോനെ. ഇവനെങ്ങാനും പൊട്ടിച്ചാ ഞാൻ ഇനി എന്നെ എടുക്കും. അത് പറഞ്ഞേ. കണ്ടോ എന്തൊക്കെ വിഷയമുണ്ടല്ലേ വിശാഖ? ഒന്നുമില്ല. വെടി വെക്കാൻ അറിയില്ലെങ്കിൽ അത് പറയാം. ഇതാണ്ടോ വളഞ്ഞൊക്കെ പോവാ. ഒരെണ്ണം പോയി. ഓ എന്നിട്ടും പൊട്ടിയില്ലടാ. റെഡി. എടാ ഇവൻ വിടുമ്പോ മാത്രമല്ല ഇങ്ങനെ വരുന്നത്. നീ പൊട്ടിക്ക്, ഞാൻ ടാസ്ക് ചെയ്യാം. ഇവൻ പൊട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സേഫാ. മതി പോ. ഇതെന്നാ കോപ്പം? ഇതെന്നെ അതേങ്ങയാ. വേണ്ട നീ വിടണ്ട. നീട്ടാ കൊള്ളും. അതൊരു ഞങ്ങളുടെ ഒന്നും ആദ്യത്തെ അവസാനത്തെ കൊള്ളുന്നില്ലല്ലോ. കണ്ടോ ഇവൻ എറ്റുമ്പോ കാറ്റും ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ എറ്റുമ്പോ ആ ബലൂൺ ഇങ്ങനെയാ അടുത്ത്.
ഇവന് ഈ കാട്ടിലൊക്കെ പോയിട്ട് ഇതിന്റെ ശീലമുണ്ട്, നമുക്ക് അങ്ങനെയാണോ? നമുക്ക് പരിപാടി നിർത്താം. ഓ കട്ടക്കേട്ടയോ? അതെപ്പോഴാ? ഇപ്പൊ 2 പോയിന്റ്. ഇത് കൊള്ളത്തില്ല ഈ തോക്ക്. രാമചന്ദ്ര ശ്രമിച്ചു. ആ പക്ഷെ നമുക്ക് വീട്ടിൽ പോയേക്കാം. അതിന് ഞങ്ങൾക്കൊന്നും അറിയണ്ട. ഞങ്ങൾ ടീമായി. ഈ കാര്യത്തിൽ ഞങ്ങൾ ടീമാ. ഒരു കാര്യം ചെയ്യാം, 10 ചാൻസ് തരും ഓരോരുത്തർക്കും അടുപ്പിച്ച്. ഒരെണ്ണം കൂടെ ഇനി ആദ്യം ആര് പൊട്ടിക്കുന്നോ അവര് ജയിച്ചു. അതാ ഞാൻ തുടങ്ങാം. എന്റെ എന്തായാലും കൊള്ളത്തില്ല. അതാ അപ്പൊ കഴിഞ്ഞില്ലേ? ഇപ്പൊ തീർത്തു തരാം. ഓ എനിക്ക് ഉറപ്പാ. ആ കൊള്ളുവാണേ കൊള്ളട്ടെ. ആ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവിടെ എല്ലാം വട്ടത്തിൽ വെക്കാൻ പോവാ. ഇത് കൊള്ളും. ഇങ്ങനെ വിശാഖ ടാസ്ക് ജയിച്ചെന്നുള്ള പ്രതീക്ഷയിൽ വന്നിരിക്കുകയാണ്. പ്രകാശനം, നീ ഞങ്ങൾക്ക് പണി കാര്യം 24 മണിക്കൂറും പറഞ്ഞു. വിളിച്ചാൽ വരത്തില്ല, ഫോൺ എടുക്കുവരാ. അതുകൊണ്ട് ടാസ്ക് ചെയ്യുന്നത് നീ തന്നെ. അപ്പൊ 2 ഓപ്ഷനും തരാം. ഒന്ന് കുളത്തിൽ മുങ്ങി പരല പിടിക്കുക, 2 വഴിയെ പോകുന്ന ഏതൊരു ഒരുത്തന്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കുളിച്ചാ മതി. പരലിനെ കിട്ടിയില്ലല്ലോ. കിട്ടുന്നിടം വരെ അത് ചൂണ്ടിടാൻ പറ്റത്തില്ല, വരെ എടുക്കാൻ പറ്റത്തില്ല. ഗോതമ്പ് മാവ് കലക്കി മറ്റേ കുടത്തിനകത്ത് വെച്ചിട്ട് ആ സെറ്റപ്പിൽ മീനെ പിടിക്കും. നീന്തൽ അറിയത്തില്ലല്ലോ. ഇല്ല. ആ മേ അടുത്ത എപ്പിസോഡ് തൊട്ട് ഇവൻ വന്നില്ലെങ്കിൽ ഒലിച്ചു പോയി. എന്റെ മരണത്തിന്റെ ഉത്തരവാദിവൻ. ഞാനേ പാൻറ് ഊരുന്നില്ല. എടാ പൊട്ടാ, നീ മുണ്ട് ആ തോർത്തെടുത്ത് പാൻറ് ഊരിട്ട് ഇറങ്ങ്. എടാ നിന്നെ ഒന്ന് വലിച്ച് കരക്കടാ. നീന്തലും അറിയത്തില്ല, മാങ്ങ അറിയത്തില്ല. ദേഹത്ത് തുണി കിടന്നാൽ ഞങ്ങൾക്ക് വലിച്ചിടാനൊന്നും പറ്റത്തില്ല. ആദ്യം കുടം നിറയ്ക്കണ്ടേ നമുക്ക്? എന്താടാ ഇവിടെ പറയടാ ഊരിക്കള. ആദ്യം കുടം നിറയ്ക്കണ്ടേ? ഇതെങ്ങനെയാ സെറ്റപ്പ്? എങ്ങനെയാ നീ മുങ്ങിട്ട് ഇങ്ങനെ പൂ വാരി ഇട്ടിട്ട് മറ്റേ കാക്കയെ വിളിക്കണമെങ്കിൽ ഇത്ര സാധനങ്ങൾ നിനക്ക് എന്നിട്ട് നീ നിന്റെ സിദ്ധി അനുസരിച്ച് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ സെറ്റ് ചെയ്യണം. ഇതെങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. അതെന്നാ യൂട്യൂബ് നോക്കി പഠി. ഐഡിയ ഇത്രേ ഉള്ളൂ. ഇവിടെ എല്ലാം വരട്ടുക, ഇവിടെ വരട്ടുക, വായിക്കാത്തിടുക, എന്നിട്ട് ഇറങ്ങുക. വാ പൊളിച്ചിരിക്കുമ്പോ മീൻ വന്ന് തിന്ന് വായിക്കാതെ കയറുമ്പോ വായടക്കുക. ആ ഐഡിയ ഇതിൽ എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ തേച്ചാ മതിയോ? നീ തിന്നടാ. നീ എത്ര വരല്ല ജീൻസ് ഇട്ടുണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നു. 2 pearls. തന്നെ കാണിക്കുന്നേ. ആ മാവ് മൊത്തം പോവും. നിനക്ക് ഇത്ര മാവേ ഉള്ളു കേട്ടോ. ഈ മാവ് തീരുന്നതിന് മുമ്പ് നീ മീനെ പിടിച്ചോണം. അവിടെ വെച്ചിട്ട് പോണ വിശാഖ. നീ വളുപ്പന്നെ ടാസ്ക് കൊടുത്തോ നമ്മക്കാ ടാസ്ക്. മീനെ ടാസ്ക് ചെയ്യുന്നൊക്കെ ഭേദം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നു. എടാ മീനെ കിട്ടിയില്ലേ പിന്നെ മാവില്ലെന്ന്. നീ തന്നെ ചെയ്യണ്ടേ? വാഴ നിന്റെ നെയ്മ് വേണ്ട സെറ്റ് ചെയ്യുന്നു. നാവ് തിരിച്ചു വെക്ക്. നീ ഇവിടെ നെയ്മ് നിനക്ക് വേണ്ടി സഹായിക്കോ? കണ്ടോ, കൈ കൊണ്ട് ഒരു പരലിനെ പിടിച്ചു കാണിക്കും. ഒറ്റ പരലിനെ പിടിക്ക്. നീ പിടിച്ച ടാസ്ക് ഇല്ല നിനക്ക്. കൈ കൊണ്ട് പിടിക്കണം. പക്ഷെ പരലിനെ ഇപ്പൊ കിട്ടും. പരലിനെ കൈ കൊണ്ട് പിടിക്കുന്ന മാവാക്കാണ് എനിക്ക് മുടക്കും കേട്ടോ. എന്തിയാടാ കൈ കൊണ്ട് പിടിച്ച മീനെന്തി അറ്റത്തൊക്കെ അത്ര ഒന്നും വേണ്ട. എടാ തേച്ചിട്ടുണ്ട് അതിനകത്ത് നിറച്ച് തേച്ചിട്ടുണ്ട്. സൈഡിൽ എന്റെ കാലം ഇവനെ കൊണ്ട് തേപ്പിക്കണ്ടായിരുന്നു. എന്റെ കയ്യിലാവുമെന്ന് ഓർത്താണ് ഞാൻ. കയറുമല്ലോ ഉണ്ടോ? ഇല്ല ഒരു ദുരന്തം പോകുമ്പോ നമ്മൾ ദുരന്തത്തെ തിരിച്ചു വിളിക്കാറില്ല. ഇനിയിപ്പോ എന്നാ വേണ്ട? നീ ഒന്നുമില്ല, മുങ്ങി വെക്കുക. എടാ ഒന്ന് പോയി വെക്കുവോ? വെക്കാനായിട്ട് ഞാൻ ധൃതി കാണിക്കല്ലടാ. ഞാനാ ഇത് ഞാനാ സീനാട്ടോ. നീ അങ്ങോട്ട് പോ. അടുത്ത സ്റ്റെപ്പിലോട്ട് ഇറങ്ങി. എടാ ഇറങ്ങിക്കോ. എടാ മാവ് ഇപ്പഴേ കളയും. ഇതാണോ 3ാമത്തെ പടവി കൊണ്ട വെക്കൂന്ന് പറഞ്ഞു. ഇതിന്റെ സ്റ്റെപ്പ് അങ്ങോട്ട് മുങ്ങോട്ട്. ഇവിടെ ഞാൻ ചവിട്ട് താഴെ ഇടാൻ പോവാ. താഴെ കൊണ്ട് വെക്ക്. ഇത് ഇവിടെ ഒന്നും മീൻ കയറുകയല്ല. ആ ഇങ്ങനെ ഇനിയിപ്പോ അതൊക്കെ വെള്ളം കയറ്റാം അതിന്റെ അകത്ത്. ആ അങ്ങനെ ആണ്ട് വീണ്ടും മൊത്തം മുക്കുന്നപ്പോ ഈ കളിക്ക് ഞാനില്ല. വെള്ളം കേറി മുഴുവൻ നടക്കടാ. ഇനി അതെങ്ങനെ എടുക്കും? അങ്ങനെയൊക്കെ വെച്ചാ എനിക്കറിയത്തില്ല. എടാ ഒരു സ്റ്റെപ്പ് കൂടെ താഴോട്ട് ഇറങ്ങും. നീ എനിക്ക് കാണാൻ പറ്റത്തില്ല. ആരെ കാണാം? നീ തല മുക്കി വെള്ളത്തിൽ മുക്കി വെക്കണം. ഇത് നീ എങ്ങനെ പോയി ആ ചട്ടി എടുക്കും? ഹേടിയ കാല് 2ാമത്തെ സ്റ്റെപ്പേന്ന് പറയുന്നില്ല. താഴോട്ട് ഇറങ്ങണാ.
ഇറങ്ങാല്ലേ ആ രക്ഷിക്കുവോ ആ ഞാനൊന്ന് കുറച്ചു നേരം അവന്മാർക്കൊന്ന് സമാധാനം പോയി. അയ്യോ എന്റെ കുടം കുറച്ചേരം അവിടെ ഇരുന്നോട്ടെ കേറുവാണെങ്കിൽ കേറട്ടെ ഒരു സ്റ്റെപ്പും കൂടെ ഇറങ്ങ് ഇറങ്ങാൻ പോവാ പേടിപ്പിക്കല്ലേ അതിന്റെ പേടിക്കണ്ട, ആദർശ് രക്ഷിക്കും. ആ ഉവ്വ ഇവൻ മുങ്ങത്തില്ല ഇവന് വായുവോ മൊത്തം ഇവൻ പൊങ്ങി വന്നു കണ്ടോ നേരത്തെ ശ്വാസം എടുത്തോട്ടെ എന്നൊന്ന് അനുവദിക്കോ ടെൻഷൻ ആക്കല്ലേ ടെൻഷനൊന്നും ഇല്ല എന്റെ പൊന്നേ ഞാൻ നാറ്റുവാടാ ഹോള് അടയ്ക്കണം കൈവച്ച് എന്നിട്ട് വേണം ചട്ടി എടുക്കാൻ. പിടിച്ചു, അങ്ങനെ പിടിച്ചു. എടാ നിനക്ക് കൈ പിടിക്കാലോ പിന്നെ നിനക്ക് എന്നാ സ്റ്റെപ്പ് എനിക്ക് ഇത് കിട്ടുന്നില്ല. നീ പൊത്തി ഒന്നും എടുക്കണ്ട ഒരു കൈ കൊണ്ട് അത് കലവേലും പൊക്കിക്കൊണ്ട് താ തല മുക്കാതിട്ടില്ല തല മുക്കിട്ടില്ല അരമണിക്കൂറായി വെളിച്ചം പോകും വിശാഖെ എനിക്ക് കാണാൻ പറ്റണ്ടേ ഇത് എടാ തല മുക്കി നോക്കടാ തല മുങ്ങി നോക്കടാ തല മുങ്ങി നോക്കാനായിട്ടൊന്നുമില്ല എനിക്ക് കാലം കിട്ടി നീ ഇങ്ങനെ എടുത്തോണ്ട് വന്നാലും ടാസ്ക് കംപ്ലീറ്റ് ആകത്തില്ല തല മുക്കാതെ രണ്ടും കൽപ്പിച്ച് ഉത്തമില്ല ഇതാ പോകുന്നു നീ വരൂ അതറിയത്തില്ല എടാ, ആണ്ട് കിടക്കുന്നു, എടുക്ക്. ഇപ്പൊ അതാ ഒന്നുകൂടെ താഴേക്കായി. എടാ മുങ്ങി എടുക്കടാ നീ എന്നെ കാണിക്കുന്ന കാണാ പോകും കേട്ടോ വിശാഖെ മുങ്ങോ എന്നാ മുങ്ങ് ഞാൻ മുങ്ങി പോവാ നീ ചാടാൻ പോവാ മുങ്ങ് ഞാൻ മുങ്ങാൻ പോവാ മുങ്ങ് എല്ലാരും കാണുമ്പോ ഞാൻ പൊട്ടിച്ചൊന്നുമല്ല അത് നീ പോയോ? ഇരിക്കുന്നു. അങ്ങനെ മീനെ കിട്ടി ഗൈസ് മീനുണ്ടെന്ന് തോന്നുന്നു അത് എയർ അടിച്ചാണോ അറിയത്തില്ല ഇതിനെ കയ്യിലിട്ട് തരത്തില്ല, നീ അതിനെ പിടിച്ച് രക്ഷിക്കണം. ഞെക്കി സിനിമ പോലെ ഞാൻ